അപ്പോൾ തുടങ്ങിയല്ലേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. നമ്മളെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഞെട്ടിപ്പിച്ചിട്ടുള്ള മറ്റൊരു നടനാണ് മമ്മൂട്ടി. മമ്മൂട്ടിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. മലയാളികൾക്കെല്ലാം അറിയാം, ഇന്ത്യൻ സിനിമയിലും എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഭ്രമയുഗം എന്ന ചിത്രം രാഹുൽ സദാശിവം സംവിധാനം ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിച്ച ചിത്രമാണ് ഭ്രമയുഗം. 72ാമത് ദേശീയ അവാർഡിൽ മമ്മൂട്ടി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെടുന്നു. കാർത്തിക് ആര്യ എന്ന ഒരു യുവനടനുമുണ്ട്. യുവനടനാണെന്ന് എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ പടം കണ്ടിട്ടില്ല, ഹിന്ദി നടനാണെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിനാണ് മമ്മൂട്ടിയുമായിട്ട് അവാർഡുകൾ പങ്കിടുന്നത്. അവർക്ക് രണ്ടുപേർക്കും അവാർഡ്. അതുപോലെ വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അവരാണ് മികച്ച ഗായിക. അതുപോലെ മികച്ച ഛായാഗ്രഹകൻ, പ്രമേയുഗം എന്ന ചിത്രത്തിലെ ഛായാഗ്രഹകൻ ഷഹനാസ് ജമാൽ എന്ന് പറയുന്ന ഛായാഗ്രഹകനാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ മലയാള സിനിമയുടെ പേരുകൾ 8-9 അവാർഡുകൾ മലയാള സിനിമ നേരിട്ടുണ്ടായിരുന്നു. ഇപ്പം എണ്ണമൊക്കെ കുറഞ്ഞു, പല കാരണങ്ങൾ കൊണ്ടാകാം. മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇത് 4ാമത്തെ അവാർഡാണ്. മമ്മൂട്ടി 1990 മതിലുകൾ ഒരു വടക്കൻ വീരകഥ എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായിട്ട് ദേശീയ അവാർഡ് നേടുന്നത്. അതിനുശേഷം 1994 വിധേയൻ പൊന്തന്മാട എന്ന ചിത്രത്തിലൂടെ 2ാമത്തെ അവാർഡ് നേടുന്നു. 3ാമത്തെ അവാർഡ് 1999 അംബേദ്കർ എന്ന ഇംഗ്ലീഷ് സിനിമയിലൂടെ അദ്ദേഹം വീണ്ടും അവാർഡ് നേടുന്നു. അതിനുശേഷം 2026 കൊല്ലങ്ങളായി അവാർഡ് നേടിയിട്ട്, പക്ഷേ ഇപ്പം വീണ്ടും അവാർഡ് നേടിയിരിക്കുന്നു. 2025 ഭ്രമയുഗം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം കുടുംബൻ പൂറ്റിയായി നമ്മളെ അതിശയിപ്പിച്ചു. അതിലൂടെ വീണ്ടും ഒരു ദേശീയ അവാർഡ്. അങ്ങനെ 4ാമത്തെ അവാർഡ്. സംസ്ഥാന അവാർഡുകളും അദ്ദേഹത്തിന് 5ഓളം സംസ്ഥാന അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. എന്നും അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും മമ്മൂട്ടി മറ്റാളേക്കാളും വളരെയധികം മുമ്പിലാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ കഥാപാത്രങ്ങളൊക്കെ നമ്മളെ അതിശയിപ്പിക്കുമെന്ന് തന്നെ വിചാരിക്കാം. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിലൂടെ വീണ്ടും അവാർഡുകൾ മലയാള സിനിമയ്ക്ക് നേടാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.